വെൽക്കം ബാക്ക് അഗെയിൻ. യു ആർ വാച്ചിങ് കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ലാസ്റ്റ് പെർഫോമൻസ് ആണ് അടുത്തതായി. ഖവാലി സോങ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ ലെറ്റ്സ് വെൽക്കം അസദ്. ഇതെന്താ സാധനം? ഈ ഡ്രസ്സിന് എന്താ പറയാ? ഷർവാണി. ഷർവാണി ഇട്ടിട്ട് ഏത് പാട്ട് പാടാനാ വന്നത്? കവാലി. കവാലിയിൽ ഏത് സോങ്ങാ? പാട്ടിന്റെ ഓക്കെ. അസദ് എന്തായാലും നല്ല മൊഞ്ചായിട്ടുണ്ട് കാണാൻ. നമ്മുടെ ജഡ്ജസിന് എന്തോ പറയാനുണ്ട്. അസദിന്റെ ഡ്രസ്സിനെ കുറിച്ച് ആദ്യം നമുക്ക് ചോദിക്കാം. ഷാൻസ മോനെ, എനിക്ക് ഇതിന്റെ ഡ്രസ്സിനെ പറ്റി എന്താ പറയണെന്ന് എനിക്കറിയാം, വാക്കുകളില്ലടാ. നിങ്ങൾ 2 ചുറ്റും കൂടി ചുറ്റിക്കഴിഞ്ഞാലും ഓക്കെ ആവും. എന്താ ഇത്? എന്നാ പിന്നെ അതിന്റെ ലെങ്തെല്ലാം ഒന്ന് കുറക്കണ്ട. ഞാൻ വിചാരിച്ചു അവിടെ നിന്ന് വരുന്ന വഴിക്ക് ഞാൻ വിചാരിച്ചു അതിൽ തടഞ്ഞങ്ങ് വീണെന്ന്. ഇതെന്താ, ഇതിന്റെ പേരെന്താ? ഷർവാണി. നല്ല രസമുണ്ട്. അപ്പോ എങ്ങനെ ഇരുന്നിട്ടാ മോൻ പാടാൻ പോന്ന് അല്ലേ? അപ്പൊ അതൊരു സംഭവം തന്നെയായിരിക്കുമല്ലോ കാണാൻ. ശരി, അപ്പൊ ഇരിക്കാൻ നേരത്തെ ഇതെല്ലാം അവിടെ ഇവിടെ ഒന്നും കുടുങ്ങാണ്ട് നോക്കണേ. അപ്പം നമ്മളെല്ലാവരും കാത്തിരിക്കുന്നതാണ് പിന്നെ അസദിന്റെ കവാലിക്ക് വേണ്ടിട്ട്. ഓക്കെ, നല്ലോണം പ്രാക്ടീസ് ഒക്കെ ചെയ്തില്ലേ? ഇതെന്തെങ്കിലും പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ഇത് അയച്ചോളാം കേട്ടാ. ഇത് കവാലിക്ക് ഇത് വേണമെന്ന് ഇവിടെ നിയമമൊന്നുമില്ല. മനസ്സിലായല്ലോ? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസർ. അസദ് അപ്പൊ ഇരുന്ന് നല്ല വൃത്തിക്ക് പാടിക്കോ. ഓൾ ദി ബെസ്റ്റ്.
അസാദ്, ഇതിപ്പോ എന്താ കണ്ട അസാദേ? കവാലി സോങ് റൗണ്ടിലെ പെർഫോമൻസ് അല്ലേ, വേറെന്താ? ഇത്ര ചെറിയൊരാളിരുന്ന് കവാലി സോങ് ഒക്കെ പാടുന്നത് ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. നന്നായി ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടമായി കാണും അസാദ്. സന്തോഷായില്ലേ? നമുക്ക് കമന്റ്സ് അറിയാം. റെഡി? ഷാൻസ. അസദേ, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി എന്ന് പറഞ്ഞ പോരാ, അസലായിട്ട് പാടി. എനിക്കിപ്പോഴും എന്റെ മനസ്സിലുള്ളത് അസദ് അവിടെ നിന്ന് നടന്നു വരുന്ന ഈ ഷാള് ഇങ്ങനെ ഓക്കെ ആക്കുന്ന മാഷ് ഇടുന്ന എന്റെ പെരുമ്പാമ്പെല്ലാം കഴുത്തിലിട്ട്. മാഷ് അത്യാവശ്യം കോമഡി ആട്ടാ. മാഷ് ഈ കാണുന്ന പോലെ ഒന്നല്ല, അടിപൊളിയാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമ്മൾ ഈ അംഗൻവാടിയിൽ ഓണം സെലിബ്രേഷൻ ഉണ്ടാവും. അതിന് ഈ സദ്യ ഇടുന്നതിന് മുമ്പ് എല്ലാവരും ഇങ്ങനെ ഒരു ഇരുത്തുണ്ട്. എനിക്ക് അതൊക്കെ ഓർക്കുന്നത്. പക്ഷെ എന്നാലും അസദെ പാട്ട്, അത് ഉഗ്രം പാട്ട്, ഉഗ്രം പാട്ട്, നല്ല സെലക്ഷൻ. അത് കോറസും എല്ലാവരും അടിപൊളി. അതുപോലെ ഓർക്കസ്ട്ര, കോറസും അസദും ജഡ്ജസും മേഘ്ന എല്ലാവരും അടിപൊളിയായിരുന്നു ഈ ഒരു ഇതില്. പിന്നെ ചെറിയ 1-2 പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അതെനിക്കിവിടെ പറയാൻ തോന്നുന്നില്ല. കാരണം കുറെ പ്ലാനൊക്കെ മോനങ്ങ് വെടിക്കെട്ടായിട്ടാ പാടിയത്. അസലായിട്ട് പാടി. ഓക്കെ, അതിന്റെ എൻഡിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ. അസദേ, നല്ലൊരു പാട്ട്. ടെൻഷൻ ഉണ്ടായിരുന്നു അസദിന് ഇത് പാടിയപ്പോ? ഒട്ടുമില്ല. ആ വാക്കേ അറിയില്ല അല്ലേ? ടെൻഷൻ എന്ന് പറഞ്ഞാ എന്താ അറിയോ? എന്താ വിഷമിക്ക. ഓ അങ്ങനെ അല്ലേ? ഞാനേ ഇതിന്റെ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു സ്ഥലമുണ്ട്, അതൊന്ന് പാടിത്തരോ? സ്ഥലം പാടില്ലേ? അതെങ്ങനെ കാണിച്ചാ ഞാൻ പാട്. കുൾബായി മാറുന്നു പിന്നെ അങ്ങനെ ഒരുപാടുണ്ട്. ഒരു ഹമ്മിങ്ങും കൊടുത്തല്ലോ ഒരു സാധനം, അതും പാടാൻ പറ്റുമോ? ഒരു തിങ്സ്. അപ്പൊ ഇതൊക്കെയാണ് അവിടെ പാടിത്തന്നത് കേട്ടോ. മനസ്സിലായോ? നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു റേനത്ത. ഫൈസൽ മാഷെ. മോനെ, ഇത് പിന്നെ മുഹമ്മദ് കാവനൂർ എഴുതിയല്ലേ? രാജു മണ്ണൂര്, പാലക്കാട് അടുത്തുള്ള. ഈ മാഷ് നേരിട്ട് മാഷ് എടുത്ത് പോയിട്ട് പഠിച്ചാ? എത്ര പ്രാവശ്യം പോയി? കുറെ പ്രാവശ്യം പോയി. എന്നിട്ട് മാഷ് പാടിത്തരും, അപ്പൊ തന്നെ പഠിക്കും. ഈ എഴുതിത്തരും, നിങ്ങൾ എഴുതും. സംസാരിച്ചിട്ട് തന്നെ സംസാരിക്കണം, എന്നാലേ മാർക്ക് തരുള്ളൂ. ഒരുപാട് തവണ പോയിട്ട് പഠിച്ചാണല്ലേ? ഓ, മോന്റെ ഈ മാഷാണ് എടുത്താണോ പഠിക്കുന്നത്? പണ്ട് പോയിരുന്നു മാഷ് എടുത്ത്. അപ്പൊ മാഷ് പഠിപ്പിച്ചെന്നാലേ നല്ലൊരു വേറെ മാഷ് എടുത്ത്. അസദേ, നീ പണ്ട് എന്ന് പറയുമ്പോ എപ്പാടാ? നമ്മളൊക്കെ പണ്ട് എന്ന് പറയുമ്പോ, ഇവൻ പണ്ട് എന്ന് പറയുമ്പോ അതിന് എപ്പാ? ജനിച്ച പാടില്ല? 5 മാസം മുമ്പ്. അതാ പണ്ട്? ഭയങ്കര പണ്ടായി പോയല്ലോ അല്ലേ? പറഞ്ഞ നന്നായി. ഏതായാലും മോനെ, നല്ലൊരു മോനെ പറ്റിയ രീതിയിൽ മോനെ പാടാവുന്ന തരത്തിലുള്ള ഒരു കമ്പോസിങ് ഈ നമ്മുടെ 14-ാം രാവിന് വേണ്ടി എത്തിച്ചാണ് അല്ലേ? ഇനി എല്ലാവരും ഈ കവാലി പാടും. കാരണം പക്ഷെ പാടുമെന്ന് ചോദിച്ചാൽ പ്രശ്നമുണ്ട്. അസിനെ പോലെ പാടാൻ കഴിയുമെന്നുള്ളതാണ് വിഷയം. ഗംഭീരമായ ഒരു അവതരണമാണ് മോനെ നടത്തിയത്. പിന്നെ കോറസൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. കോറസിനെ കൺട്രോൾ ചെയ്യുന്നൊരു രീതി ഉണ്ട്, അതൊക്കെ എനിക്ക് ഇഷ്ടമായി. വലിയ സിംഗേഴ്സിന്റെ വലിയ സിംഗേഴ്സിന്റെ പോലെയാണ് കോറസിനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഗംഭീരമായിട്ട് തന്നെ മോൻ പാടി. ഇനി നമുക്ക് ഈ ഫൈനൽ നമ്മുടെ ഈ ഒരു 5 കഴിഞ്ഞില്ലേ? 5 പാട്ടും കഴിഞ്ഞില്ലേ? ഇനി മാർക്കൊക്കെ ടോട്ടൽ ചെയ്ത് നോക്കേണ്ടതുണ്ട് കേട്ടോ. ഓക്കെ മാം. താങ്ക് യു ഫൈസൽ മാഷെ. അസാദ്, അപ്പൊ കമന്റ്സ് അറിഞ്ഞല്ലോ, ഇനി മാർക്സ് അറിഞ്ഞാൽ ഇനിയിപ്പോ ഫൈനൽസിൽ എത്തുവോ? അറിയില്ല. എന്നാലും വേറെ ചില
ആൾക്കാരുടെ കാര്യത്തിൽ അസദ് ഒരു അത് തീരുമാനത്തിൽ ഞാൻ പറയട്ടെ, എല്ലാരും പെട്ടെന്ന് ടിക്കറ്റ് ഒക്കെ നാം പറയുന്നല്ലോ. ഇവനാണ് അതെ. ടിക്കറ്റ് ഒക്കെ ബുക്ക് അസദ് തീരുമാനിക്കും. ഓക്കെ, നമുക്കിനി അസദിന്റെ സ്കോർ അറിയാം. ഷാൻ സർ. അസദേ, നന്നായിട്ട് പാടി, ഇതുപോലെ തന്നെ പാടണം ഇനി എപ്പോഴും. 29.5. 29.5 on 30. രനത. ഞാൻ മാർക്ക് തരുന്നതിന് മുമ്പ് ഒരു കാര്യം, എനിക്ക് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന അസദ് ആ പാട്ട് അറിയോന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം ആ പാട്ട് ചോദിക്കട്ടെ. പർദാഹെ അറിയോ? പർദാഹെ പർദ അറിയോ? അവര് മാത്രം. ഇപ്പൊ രനത്തിനെ വിഷമിപ്പിക്കണ്ട, വേറൊരു പാട്ട് പാടിയാലോ? मौला जाने अल्लाह जाने मौला जाने अल्लाह जाने. 29.5. 29.5 again. Faisal Mashe. 29.5. 29.5. So Azad, your grand total is 88.5 on 90. അപ്പം നല്ല ടോപ്പ് സ്കോറിൽ തന്നെ ഇപ്പോഴും അസദ് നിൽക്കാണ്. അസദ്, ഇനി നമുക്ക് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.